ഓമനാമോഹമ്മദീനെ ഓത്തിനായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമനാമോഹമ്മദീനെ ഓത്തിനായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെയോർത്ത് സങ്കടം കോരൂത്ത്. ഹലോ, അസ്സലാമു അലൈക്കും മുത്തുമണികളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല സോയാബീൻ കൊണ്ടൊരു കടായാക്കി ഉണ്ടാക്കട്ടോ, നല്ല റോസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിനാവശ്യമായി നമുക്ക് സോയാബീനൊന്ന് നല്ല കുതിർത്ത് വെച്ചത്, സോയാബീനൊക്കെ ഒന്ന് മുളക് പൊടിയും രസം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ല വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആവുന്ന വരെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു സവാള കട്ട് ചെയ്താണ്ട് നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്കൊരു 2 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി നല്ല ചെറുതായി എരിഞ്ഞതൊന്ന് ഇട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂടി വെച്ച് നല്ല ഗ്രേവി ആവുന്ന വരെ നല്ല ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ കേട്ടെന്നോ, ലേശം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നിങ്ങനെ ചതക്കിയെടുക്കുക. കല്ലിലൊക്കെ ചതക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്സിയിൽ അരക്കുന്ന നല്ല കല്ലിലൊക്കെ ഇട്ട് അരച്ചാൽ അത് വേറെ ഒരു രസമാണ്. അപ്പോൾ പോലത്തെ ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതത്തി വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു എണ്ണയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അല്ലാതെ ഇടുമ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ രസപ്പൊടികളൊക്കെ ഇടുന്നതിൻ്റെ മുമ്പ് അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ അടച്ചൊന്ന് വേവിച്ച് നല്ല അതിലേക്ക് നമുക്ക് രസം കറിവേപ്പിലയും മല്ലിച്ചപ്പും അത് രണ്ടും കൂടി ഒന്ന് ഇലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടോ. പിന്നെ ഒരു സ്പൂണും കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ ഒന്നും കൂടി ഒരു മസാലകൾ ഞാൻ ചേരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നല്ലോണം അങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് നല്ല ഗ്രേവി വേണം കേട്ടോ. നല്ല വെള്ളത്തിൻ്റെ ഒരു കുറഞ്ഞ ഇത് അതിലേക്ക് നമുക്കിങ്ങനെ ഈ പൊരിച്ച് വെച്ച സോയാബീനൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് നല്ലോണം അങ്ങനെ ഇളക്കിയിട്ടൊന്ന് നല്ല അതൊന്ന് എല്ലായിടത്തും മിക്സ് ആക്കണം കേട്ടോ. ഇത് മസാലകളൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കാണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചിക്കൻ മസാല ലേശം ചിക്കൻ മസാല എടുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ചൂടുള്ള ചോറിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ അതൊറ്റയ്ക്ക് കൂട്ടി കഴിക്കട്ടോ. വേറൊരു കൂട്ടാനും വേണ്ട കേട്ടോ മക്കളെ. അതൊന്ന് കൂട്ടി വെക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ചോറൊക്കെ എടുത്തിട്ടൊന്ന് ടേസ്റ്റ് വെക്കാമല്ലോ. നല്ല ചൂടുള്ളതാട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇനി നമുക്കൊരു ഇനി അടുത്ത വീഡിയോ കാണും വരെ നമുക്ക് ബൈ ബൈ.